ബീഹാറിനെ ഇളക്കി മറിച്ച വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനമാണ് അല്പസമയത്തിനകം. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ. അംബേദ്കർ പാർക്കിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ പല നേതാക്കളും അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ മാർച്ച് സംഘടിപ്പിക്കും. വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച യാത്ര അവസാനിക്കുന്നത് എന്ന് കാണാം. നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അവസാനത്തെ നിങ്ങളുടെ ശക്തിയായ വോട്ടടക്കം മോഷ്ടിക്കപ്പെടുന്നുണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പൂർണ്ണസമയവും യാത്രയുടെ നെടുനായകത്വം വഹിച്ചുകൊണ്ട് മുമ്പിലുണ്ടായിരുന്നു. 1000-ലധികം കിലോമീറ്ററുകൾ 100-ലധികം മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച ഈ യാത്രയിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടം അതിന് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു. PR അരവിന്ദിനോടൊപ്പം ചേരുന്നു. അരവിന്ദ്, യാത്രയുടെ സമാപന സമ്മേളനം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അത് എപ്പോഴാണ് ആരംഭിക്കുക? ആരൊക്കെ പങ്കെടുക്കുന്നു? നിശ്ചയം എന്തായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര സമാപന ദിനമായി ഇന്നും ലഭിക്കുന്നത്. പട്നയിലാണ് ഇപ്പോൾ ഇന്ന് സമാപന ചടങ്ങുകൾ ആരംഭിക്കുക. അവിടെ പട്നയിലെ ഗാന്ധി മൈതാനത്ത് സ്ഥിതി ചെയ്യുന്ന ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇപ്പോൾ നേതാക്കൾ എത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാണ് അംബേദ്കർ പ്രതിമയിലേക്ക് നേതാക്കൾ നടന്ന് നീങ്ങുക. എന്തായാലും വലിയ ജനപിന്തുണ നമുക്കറിയാം. ഈ കഴിഞ്ഞ മാസം 17 യാത്ര ആരംഭിച്ചപ്പോൾ സസാറാമിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അന്ന് ലഭിച്ച ജനപിന്തുണ അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സസാറാം എന്ന് പറയുന്നത് ഒരു ഗ്രാമമേഖലയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് നഗരമേഖലകളിലേക്ക് എത്തിയപ്പോഴും വലിയ ജനപിന്തുണ രാഹുലിന് ലഭിച്ചിരുന്നു. പക്ഷെ അത് കോൺഗ്രസ് പ്രവർത്തകരിലുപരി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളതാണെന്നും ഏറെ ശ്രദ്ധേയമാണ്. കാരണം RJD പ്രവർത്തകരുടെ ഒഴുക്ക് രാഹുലിന്റെ യാത്രയ്ക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ CPM, CPI, ML എന്നീ പാർട്ടികളുടെ പ്രവർത്തകർ എത്തിയിരുന്നു. അവരെല്ലാവരും ഒറ്റക്കെട്ടായി രാഹുലിന് പിന്തുണ നൽകുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. രാഹുൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത് പറയുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. നിരവധി നേതാക്കൾ രാഹുലിനൊപ്പം ഈ യാത്രയിൽ അണിനിരന്നിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അതുപോലെ തന്നെ RJD നേതാവ് തേജസ്വി യാദവ് യാത്രയ്ക്ക് ഉടനീളം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ CPI ML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ, അതുപോലെ തന്നെ നിരവധി നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് യാത്രയിൽ വന്നുപോയി. എന്നാലും അല്പസമയത്തിനകം തന്നെ ഒരു പൊതുസമ്മേളനവും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്ന് ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബി അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അടക്കമുള്ള നേതാക്കൾ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തുകയാണ്. വലിയ ജനപിന്തുണ. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു സംവിധാനത്തിന്, ഒരു ഭരണഘടനാ സംവിധാനത്തിനെതിരെയാണ് രാഹുലിന്റെ ഒരു പോരാട്ടം ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായ തെളിവുകൾ നിരത്തിയിട്ടും ആ തെളിവുകൾ ഒന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ ഈ തെളിവുകൾ ഒന്ന് അവഗണിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു വക്താവായി പ്രവർത്തിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് പോയത്. ഒരു വോട്ട് മോഷണം അല്ലെങ്കിൽ ഒരു വ്യാജ വോട്ട് അതിലുപരി ഇത് ഒരു സംവിധാനത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അത് കൃത്യമായി വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതൊരു അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. കാരണം നമുക്കറിയാം, ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നതകൾ രൂപപ്പെട്ടിരുന്നു. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആരോപണത്തിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിലടക്കം ആം ആദ്മി പാർട്ടി പങ്കുചേർന്നിരുന്നു. കാരണം ഇത് ഒരാളെ മാത്രം, കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇത് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമെന്ന് കൃത്യമായി രാഹുലിന് അത് ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചിരുന്നു. സമീപകാലങ്ങളിൽ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവും നടത്തുന്ന ഏറ്റവും വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനമായി തന്നെയാണ് രാഹുലിന്റെ ഈ യാത്രയെ വിലയിരുത്തുന്നത്. വലിയ ജനപിന്തുണ രാഹുലിന് ലഭിക്കുന്നു. കാരണം ബീഹാറിലടക്കം ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ബീഹാർ തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ രാഹുൽ മുന്നോട്ട് പോവുകയായിരുന്നു. ബീഹാറിലെ സമാനമായ രീതിയിൽ ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എന്ന പേരിൽ ചില അട്ടിമറികൾ നടന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഏകദേശം 65 ലക്ഷത്തോളം പേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. നമ്മൾ ബീഹാറിൽ ആദ്യത്തെ 4 ദിവസം ഈ യാത്രയ്ക്കൊപ്പം സഞ്ചരിച്ചത്. അന്ന് കൃത്യമായി ഗ്രാമവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ തങ്ങൾക്ക് സമാനമായ അനുഭവം ഉണ്ടെന്ന് അവർ വിവരിച്ചതുമാണ്. അപ്പോൾ കൃത്യമായി രാഹുൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിലുപരി രാജ്യത്തിലെ ജനങ്ങൾ കൂടി എത്തിക്കുവാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ശക്തി പ്രകടനമായി ഇന്ത്യ സഖ്യത്തിന്റെ ഈ മഹാറാലി ഇപ്പോൾ പട്നയിൽ ആരംഭിക്കാൻ പോവുകയാണ്. സമാപന ദിവസവും വലിയ ജനപിന്തുണ രാഹുലിന് ലഭിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രവർത്തകരുമാണ് പട്നയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നിഷാദ്.